കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസ്സുകാർക്കോ മണൽ മാഫിയയെ ചെറുത്തു തോൽപ്പിക്കുവാനുള്ള ശക്തിയില്ല. കാരണം വളരെയധികം കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി നടക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ട് മണലിന് ഉയർന്ന ഡിമാൻഡുണ്ട്. അതുകൊണ്ട് മണൽ ഊറ്റുകയും കള്ളക്കടത്ത് നടത്തുകയും ചെയ്യുന്ന ബിസിനസ്സുകാർ കോടീശ്വരന്മാരും UDF-നെയും LDF-നെയും വിറപ്പിക്കാൻ മാത്രം ശക്തിയുള്ളവരുമാണ്. കേരളത്തിൽ ആദ്യമായും അവസാനമായും മണൽ മാഫിയക്കെതിരെ പോരാടിയത് കണ്ണൂരിലെ പഴയങ്ങാടി സ്വദേശിനിയായ ജസീറ എന്ന പെൺകുട്ടിയാണ്. പഴയങ്ങാടി പോലീസ് സ്റ്റേഷന് മുമ്പിൽ ജസീറ നടത്തിയ കുത്തിയിരിപ്പ് സത്യാഗ്രഹം ജനപിന്തുണ ലഭിക്കാത്തതുകൊണ്ട് വമ്പിച്ച പരാജയമായി മാറി. പിന്നീട് അവൾ കണ്ണൂർ കളക്ടറേറ്റിന് മുമ്പിൽ കുത്തിയിരുന്നുവെങ്കിലും അനേക ദിവസങ്ങൾ വേസ്റ്റായി എന്നല്ലാതെ അതുകൊണ്ടൊരു പ്രയോജനവും ഉണ്ടായില്ല. മണൽ മാഫിയയുടെ സ്വാധീനം മൂലം കണ്ണൂരിലെ ഉദ്യോഗസ്ഥന്മാർ ജസീറയുടെ സമരത്തെ അവഗണിക്കുവാൻ നിർബന്ധിതരായി. എന്നാൽ വമ്പിച്ച മനക്കരുത്തുള്ള ഈ പെൺകുട്ടി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുത്തിയിരിക്കുകയും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ UDF-നും LDF-നും ഒരുപോലെ പ്രിയങ്കരായിരുന്ന മണൽ കള്ളക്കടത്തുകാരെ നേരിട്ട് തോൽപ്പിക്കുവാൻ ഒരു മുഖ്യമന്ത്രിക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് ജസീറ അനേക ദിവസങ്ങൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുത്തിയിരുന്നത് വെറുമൊരു ഉപയോഗശൂന്യമായ സാഹസിക പ്രവർത്തനമായി പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എന്നാൽ ധീരയായ പെൺകുട്ടി 2000 കിലോമീറ്റർ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുകയും കേരള ഹൗസിന് മുമ്പിൽ കുത്തിയിരുന്ന് കേരളത്തിലെ മണൽ മാഫിയ പഴയങ്ങാടിയിൽ നടത്തുന്ന ക്രൂരതകളെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ നിന്ന് BBC-യുടെ ലേഖകൻ ഇന്ത്യയിൽ വരികയും ജസീറയുടെ ഏകാന്ത പോരാട്ടം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എങ്കിലും ജസീറയ്ക്ക് ഡൽഹിയിൽ കാര്യമായ പിന്തുണയൊന്നും ലഭിച്ചില്ല. കേന്ദ്രമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഒരു കത്തയക്കുക മാത്രമാണ് ജസീറയ്ക്ക് കിട്ടിയ ആകെയുള്ള റെസ്പോൺസ്. എന്ന് മാത്രമല്ല, ഗർഭിണിയായിരിക്കുമ്പോൾ പോലും പഴയങ്ങാടിയിൽ വെച്ച് മർദ്ദിക്കപ്പെട്ട ജസീറയ്ക്ക് ഡൽഹിയിലും അവരുടെ ഉപദ്രവം നേരിടേണ്ടി വന്നു. കുട്ടികളെ സ്കൂളിലയക്കാതെ കേരള ഹൗസിന് മുമ്പിൽ കുത്തിയിരിക്കുന്നത് ബാലാവകാശ നിയമ ലംഘനമാണെന്ന് ആരോപിച്ചുകൊണ്ട് പരാതികൾ ഉയരുകയുണ്ടായി. ഈ ആരോപണത്തിന് ജസീറ കൊടുത്ത മറുപടി 3 ദിവസത്തെ ക്ലാസുകൾ നഷ്ടപ്പെട്ടാൽ അത് 2 ദിവസം കുത്തിയിരുന്ന് വായിച്ചാൽ മേക്കപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ കടൽക്കരയിൽ നിന്ന് ഒരു ചാക്ക് മണൽ നഷ്ടപ്പെട്ടാൽ അത് സിമൻറ്റുമായി കൂട്ടിക്കലർത്തപ്പെടുകയും ഒരിക്കലും മണലായി തിരിച്ചു വരികയും ചെയ്യുകയില്ല എന്നാണ്.